ഇതാരെ കോള് വിളിക്കുന്നത്? പൈസക്കാരൻ ചന്ദ്രചേട്ടൻ വിളിക്കണ്ടല്ലോ. ഒരാഴ്ച കൂടി തരാമെന്ന് പറഞ്ഞാൽ ഞാൻ പൈസ എങ്ങനെ ഞാനിപ്പോൾ എടുത്ത് സംസാരിക്കണം? എടുത്തില്ലെങ്കിൽ മോശമല്ലേ? ഹലോ, അതെ ചന്ദ്രേട്ടൻ, ഞാൻ മറന്നിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ തരാമെന്ന് പറഞ്ഞേക്കിപ്പോൾ കച്ചവടം വളരെ കുറവാണ്. തീരെ കച്ചവടമില്ല, ഭയങ്കര ടൈറ്റാണെന്നേ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പരിപാടികൾ ഹോസ്പിറ്റൽ കേസ് ഇതൊക്കെ വന്നു കാരണം നിങ്ങൾക്ക് തരാൻ വെച്ച പൈസ എടുത്ത് ഞാൻ വേറെ മറിച്ചു. അല്ല, നിങ്ങളെ വേണം വെച്ചിട്ടൊന്നുമില്ല, അത്രയും ടൈറ്റ് ആയതുകൊണ്ടാണ്. അത് കാരണം ഇപ്പോൾ നാളേക്ക് ഞാൻ തരാമെന്ന് വെച്ച പൈസ എടുത്ത് വേറെ മറിച്ച കാരണം നിങ്ങൾക്ക് അടുത്ത ആഴ്ച എന്തായാലും ഞാൻ ഉറപ്പായിട്ട് ഞാൻ കൂട്ടി തരേണ്ടി. ഈ മാസത്തെയും ആ മുടക്കുള്ളതും കുറച്ച് ചേർത്ത് ഞങ്ങൾക്ക് തരാം. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ചന്ദ്രേട്ടായതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ഞാനിങ്ങനെ ഇതുവരെ ആരും ചതിച്ചിട്ടൊന്നുമില്ല, നേരം വഹിച്ചിട്ടുമില്ല. എന്തായാലും തരുന്നുണ്ട്, അടുത്ത ആഴ്ച എന്തായാലും തരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരാഴ്ച എനിക്ക് സാവകാശം തരണം, അത്രയും ബുദ്ധിമുട്ടുകൊണ്ടാണ്. ആ ആ ആ ശരി ശരി, ഓക്കെ. അടുത്ത ആഴ്ച തരാമെന്നും പറഞ്ഞു. ഞാൻ എവിടെ നിർത്തി കൊടുക്കാനാ? ഒരു വാക്കിൽ അങ്ങനെ പറയുകയും ചെയ്തു. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഒരാഴ്ചയിൽ എത്ര കാശ് കുറഞ്ഞിട്ടാണ് ഓരോ പലിശ കേസ് ഒക്കെ ഒന്ന് ഒഴിവാക്കിയാലും സമാധാനത്തിൽ ഇരിക്കാൻ പറ്റില്ല. മനസ്സമ്മാനം എന്ന് പറഞ്ഞത് ഇല്ലാണ്ടായി. ഓ, നെഞ്ഞും വേദനെടുക്കുന്നുണ്ട്. ഇതാ ചായ. നിങ്ങളിവിടെ ഇരിക്കുകയല്ലേ? അല്ല, 19-ാം തീയതി കല്യാണത്തിന് പോകണ്ടേ? ഓർമ്മ വല്ലതുണ്ടോ നിങ്ങൾക്ക്? അതെ, നിങ്ങളെ കുടുംബക്കാരുടെ കല്യാണത്തിന് പോകുമ്പോഴേ എനിക്ക് സാരി, അടിപൊളി സാരി വേണം, നല്ല സാരി വേണം. അതും ഫാൻസി സാരി തന്നെ വേണം എനിക്ക്. പിന്നെ മുഖം ഒന്ന് പേസ് ചെയ്യണമെന്ന്, പിന്നെ പിരികം കെട്ടി ചെയ്യണം, പിന്നെ ഗ്യാരൻറ്റിയുടെ കുറച്ച് സ്വർണം പോലുള്ള വളയൊക്കെ എനിക്ക് മേടിക്കണം. എന്താ, നിങ്ങളെ കുടുംബക്കാരുടെ കല്യാണത്തിന് പോകുമ്പോൾ എല്ലാവരും അടിയുന്ന മുടിയായിട്ട് നോക്കും. ഇന്നെല്ലാം നോക്കണ് എന്തൊക്കെ ഇട്ടിട്ടുണ്ട്, ഏതൊക്കെ ഇട്ടിട്ടുണ്ട്, അത് സ്വർണ്ണമാണോ ഗ്യാരൻറ്റി ആണോ എന്ന് അവർക്കൊക്കെ അത് നോക്കിയാൽ തന്നെ അവർക്ക് സമാധാനം കിട്ടുള്ളൂ. അതുകൊണ്ട് അവരുടെ മുന്നിൽ പോകുമ്പോൾ എനിക്ക് നല്ല പോലെ പോകണം. അതെ,